ഒരാളെ പട്ടി കടിച്ചാൽ റാബീസ് വാക്സിൻ മാത്രം മതിയോ? അല്ല വാക്സിൻ്റെ കൂടെ നമ്മൾ കടിച്ച മുറിവിൽ ഡയറക്റ്റ് എടുക്കുന്ന റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻസും കൂടി വേണമെന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ഒരു ഡോഗ് ബൈറ്റ് ഉണ്ടായാൽ നമുക്കതിനെ 3 കാറ്റഗറിയിലായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിൽ കാറ്റഗറി 1 ആക്ച്വലി ഒരു ഡോഗ് ബൈറ്റ് ഉണ്ടാവുന്നില്ല. നമ്മൾ ഈ ഡോഗിനെ തൊടുക, ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഇൻടാക്റ്റ് ആയിട്ടുള്ള സ്കിന്നും ഡോഗിൻ്റെ ഉമിനീരും തമ്മിൽ കോൺടാക്റ്റ് വരിക, ഇതൊക്കെയാണ് കാറ്റഗറി 1. ഈ ഒരു കേസിൽ ആ ഭാഗം നന്നായിട്ട് വാഷ് ചെയ്താൽ മതിയാവും, വേറെ വാക്സിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഇനി കാറ്റഗറി 2 എന്ന് പറഞ്ഞാൽ ബ്ലീഡിംഗ് ഒന്നും ഇല്ലാതെ സ്കിന്നിൽ വരുന്ന ചെറിയൊരു പോറൽ അല്ലെങ്കിൽ സ്ക്രാച്ച് ആണ്. ഈ ഒരു കേസിൽ നമ്മൾ നിർബന്ധമായിട്ടും റാബീസ് വാക്സിൻ, നമ്മുടെ ഷോൾഡറിൽ എടുക്കുന്ന റാബീസ് വാക്സിൻ എടുത്തിരിക്കണം. ഇനി കാറ്റഗറി 3 എന്ന് പറഞ്ഞാൽ ഇതൊരു ബ്ലീഡിംഗ് ഉണ്ടാക്കുന്ന, നമ്മുടെ സ്കിന്ന് കംപ്ലീറ്റ് ആയിട്ട് പെനിട്രേറ്റ് ചെയ്യുന്ന ഒരു ഡോഗ് ബൈറ്റ് ആണ്. ഇതല്ലാതെ നമ്മൾ മ്യൂക്കസ് മെമ്പറൈൻ എന്ന് പറയും, അതായത് നമ്മുടെ വായയുടെ ഉള്ളിൽ, മൂക്കിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കണ്ണിൻ്റെ ഉള്ളിലൊക്കെ ഡോഗിൻ്റെ ഉമിനീരുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് വരികയാണെങ്കിൽ ഇതും ഒരു കാറ്റഗറി 3 ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ നിർബന്ധമായിട്ട് റാബീസ് വാക്സിനും എടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ മുറിവിൽ ഡയറക്റ്റ് എടുക്കുന്ന റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻസും എടുക്കണം. ഇനി മുറിവില്ലാത്ത ഒരു കാറ്റഗറി 3 ആണെങ്കിൽ നമുക്ക് ഈ റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ IM ഡോസായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കൂടുതൽ അറിവിനായി ഫോളോ ചെയ്യുക.